ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. മാത്യു 25:36. ഒപ്പം ആയിരിക്കുക. പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും മറ്റുള്ളവർ ഒപ്പമായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹിക്കത്തക്ക സംഗതിയാണ്. തടവിലായിരിക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ്. സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ സ്വപ്നമാണ്, ആഗ്രഹമാണ്. ബന്ധിതരാകുക, തടവിലാകുക എന്നുള്ളത് ഒരു ജീവജാലത്തിനും ഹിതമല്ല, ഇഷ്ടവുമല്ല. സ്നേഹാദർശങ്ങളുടെ പേരിൽ, നീതിക്ക് വേണ്ടി പോരാടിയതിന് പേരിൽ മുറിവേൽപ്പിക്കപ്പെട്ടാൽ, തടവിലായാൽ അവരോടൊപ്പം നിൽക്കുന്നതിലൂടെ യഥാർത്ഥ സ്നേഹിതരാകുവാൻ സാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഉത്തമ സുഹൃത്തിൻ്റെ വിലയറിയാനും കൂടെ സാധിക്കും. സുവിശേഷം അറിയിച്ചതിൻ്റെ പേരിൽ തടവിലായ യെരമ്യാ പ്രവാചകനും പൗലോസിനും തടവറയും യോഹന്നാന് നാടുകടത്തൽ ലഭിച്ചു. ഈ സമയത്തെല്ലാം വിളിച്ച് വേർതിരിച്ച് ദൈവം തമ്പുരാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. വിടുതലിൻ്റെ സന്ദേശം നൽകി അവരെ കൂടുതലായി ദൈവം ഉപയോഗിക്കുകയും ചെയ്തു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യരോടും വിശ്വാസികളോടും അറിയിക്കുന്നതും ആവശ്യപ്പെടുന്നതും തടവിൽ അഥവാ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അതും വലിയവനോ ചെറിയവനോ എന്ന് വ്യത്യാസമില്ലാതെ. യേശു പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തിടത്തോളമെല്ലാം എനിക്കാണ് ചെയ്തത്. പ്രയാസത്തിലും ഏകാന്തതയിലും നീതി നിഷേധിക്കപ്പെട്ടവർക്ക് താങ്ങാകുവാനും തണലാകുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും കഴിയുമ്പോൾ ദൈവത്തോടൊപ്പം നമുക്കും സമയം ചെലവഴിപ്പാൻ സാധിക്കും. കാതിലെത്തുന്ന നന്മകൾ കരങ്ങളിലൂടെ, സാന്നിധ്യത്തിലുള്ള സ്പർശനത്തിലൂടെ അവരനിൽ എത്തണം. തഴയുവാനല്ല, താങ്ങാകുവാൻ ഈ നോമ്പ് നമുക്ക് സാധിക്കണം. ബന്ധിതരെ ഒപ്പം നിർത്തി അവർക്ക് മറുമരുന്നാകാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് നമ്മുടെ നന്മകൾ അവരിൽ എത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ആശ്വസിക്കുന്നു.